കുഞ്ഞ് ഹെഡ് ഡൗൺ ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് പലർക്കുമുള്ള സംശയമാണ് സ്കാൻ ചെയ്യാതെ തന്നെ എങ്ങനെ അറിയാമെന്ന്. അപ്പോൾ നമുക്കിന്ന് അതിനെപ്പറ്റി നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സാധാരണയായി 28ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്കും കുഞ്ഞ് തല തിരിഞ്ഞ് വരുന്നതായിരിക്കും. നോർമലി 28 ആഴ്ച മുതൽ 32 ആഴ്ച വരെയുള്ള ടൈമിലായിരിക്കും കുഞ്ഞുങ്ങൾ ഹെഡ് ഡൗൺ ആയി വരുന്നത്, അതായത് സെഫാലിക് പൊസിഷനിലേക്ക് വരുന്നത്. ഇനി 32 ആഴ്ചയായിട്ടും കുഞ്ഞിൻ്റെ തല തിരിഞ്ഞ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആ ഒരു ഡെലിവറി ടൈം വരെ സമയമുണ്ട് കുഞ്ഞ് തല തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പ് കുഞ്ഞ് ഏത് പൊസിഷനിലും ആവട്ടെ, ഒരു 32 ആഴ്ച കഴിയുമ്പോഴേക്കും കുഞ്ഞ് കറക്റ്റ് പൊസിഷനിൽ ഹെഡ് ഡൗൺ ആയി വന്നിട്ടുണ്ടാകും. വളരെ റെയറായിട്ട് ചില സാഹചര്യങ്ങൾ കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി വന്നതിന് ശേഷം പിന്നെയും ബ്രീത്ത് പൊസിഷനിലേക്കൊക്കെ പോകാറുണ്ട്. ഇങ്ങനെ സംഭവിച്ചാലും പേടിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞ് വയറിനുള്ളിൽ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. തിരിച്ച് ആ സെയിം ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് തന്നെ വരാൻ ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ വളരെ റെയറായിട്ട് നടക്കുന്ന ഒരു കാര്യങ്ങളാണ്. നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞ് ഡേറ്റിനോട് അടുക്കുമ്പോഴേക്കും ഹെഡ് ഡൗൺ ആയി വരേണ്ടത്. ഇനി കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി കഴിഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നോർമലി കുഞ്ഞുങ്ങൾ ഹെഡ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് മൂവ്മെൻറ്റ്സ് കിട്ടുന്നത് നമ്മുടെ അടിവയറ്റിലായിരിക്കും കൂടുതൽ. കാരണം കുഞ്ഞിൻ്റെ കൈയും കാലും അടിവയറ്റിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അടിവയറ്റിലെ മൂവ്മെൻറ്റ്സ് നേരെ മുകളിലേക്ക് അനുഭവപ്പെടും. കുഞ്ഞ് ഹെഡ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ മുകൾ ഭാഗത്തും സൈഡിലുമൊക്കെ ആയിട്ടായിരിക്കും കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് കൂടുതൽ അറിയാൻ സാധിക്കുക. ഓവറോൾ കുഞ്ഞിൻ്റെ അനക്കം എല്ലാ ഭാഗത്തും കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുമാത്രമല്ല, കൂടുതലായും കുഞ്ഞിൻ്റെ ബട്ടക്സ് ഭാഗം അനങ്ങുന്നതിനേക്കാളും കൂടുതൽ കുഞ്ഞിൻ്റെ കൈയും കാലും അനങ്ങുന്നത് നമുക്ക് നന്നായി ഫീൽ ചെയ്യും. നമ്മളൊന്ന് ചെന്ന് കിടക്കാൻ നേരമായിരിക്കും കുഞ്ഞുങ്ങൾ കൂടുതലായും മൂവ് ചെയ്യുക. അപ്പോൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുഞ്ഞ് ഹെഡ് ഡൗൺ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഇനി കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി വരുന്നതിൻ്റെ അടുത്ത സൂചന എന്താണെന്ന് നോക്കാം. കുഞ്ഞ് നോർമലി ഹിക്കപ്പ് വരുമ്പോൾ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് അറിയാൻ കഴിയുക മുകൾ ഭാഗത്തിലായിരിക്കും. എന്നാൽ ഹെഡ് ഡൗൺ ആയതിൻ്റെ ശേഷം കുഞ്ഞിൻ്റെ ഹിക്കപ്പ് അറിയുക അടിവയറ്റിലായിരിക്കും. നല്ല രീതിയിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ഹെഡ് താഴെ എത്തിയിട്ട് കാല് മുകളിലുമൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രഷർ മുകളിലേക്കുള്ളത് കൂടാനും അതുപോലെ തന്നെ അമ്മമാർക്കുണ്ടാകുന്ന ശ്വാസം മുട്ട് കൂടാനുമുള്ള സാധ്യത കൂടുതലാണ്. 7ാം മാസമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും സ്കാൻ ചെയ്യാറില്ല. എല്ലാ ഡോക്ടേഴ്സും ഒന്നും സ്കാൻ ചെയ്യാറില്ല. അത് കാരണം നമുക്ക് അമ്മമാർക്കൊരു ടെൻഷനായിരിക്കും, കുഞ്ഞ് ഹെഡ് ഡൗൺ ആയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ. എൻ്റെ പ്രഗ്നൻസി പീരീഡിൽ എനിക്കിതൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഏകദേശം കുഞ്ഞ് ഹെഡ് ഡൗൺ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ. ഇനി ഡേറ്റ് അടുക്കാറായിട്ടും കുഞ്ഞ് ഹെഡ് ഡൗൺ ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അമ്മമാർ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ്, ഇനി എനിക്ക് നോർമൽ ഡെലിവറി നടക്കില്ലേ, അതോ ഇനി സിസേറിയൻ ആണോ എന്നൊക്കെയുള്ള ടെൻഷനായിരിക്കാം. മിക്കവാറും ഫസ്റ്റ് ഡെലിവറിക്കാർക്കായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഏകദേശം ഡേറ്റിൻ്റെ 2 ആഴ്ച മുമ്പോ 4 ആഴ്ച മുമ്പോ ഒക്കെ കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി വരികയുള്ളൂ. ഇത് കാരണത്താൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഫസ്റ്റ് ഡെലിവറി ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഒരു 36 ആഴ്ച ആകുമ്പോഴത്തേക്കും കുഞ്ഞ് ഹെഡ് ഡൗൺ ആകുന്നതാണ്. ഇനി 36 ആഴ്ചയായിട്ടും കുഞ്ഞ് ഹെഡ് ഡൗൺ ആയിട്ടില്ല എന്നൊരു ടെൻഷൻ വേണ്ട. ചില കേസുകളിൽ കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടായാലും കുഞ്ഞ് പെട്ടെന്ന് ഹെഡ് ഡൗൺ ആകുന്നതായിരിക്കും. ഇത് എല്ലാവരുടെയും കേസിൽ ഒരേപോലെ ആകണമെന്നില്ല. പലർക്കും പല രീതിയിലാണ് സംഭവിക്കുക. ഇനി നിങ്ങൾക്ക് ബെഡ് റെസ്റ്റ് ഒന്നും പറഞ്ഞവരല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം ചെറിയ രീതിയിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാവുന്നതാണ്. എക്സസൈസുകളൊക്കെ ചെയ്യുന്ന വഴി കുഞ്ഞ് ഹെഡ് ഡൗൺ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. 2ോ 3ോ ഒക്കെ പ്രഗ്നൻസി ആണെങ്കിൽ കുഞ്ഞുങ്ങൾ സമയമാകുമ്പോഴായിരിക്കും തല തിരിഞ്ഞ് വരാറ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഗർഭിണികൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ല ഉപകാരമുള്ള കാര്യങ്ങളാണ്. ഗർഭകാലം വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ കുഞ്ഞിനെയും നിങ്ങളെയും വളരെയധികം ഹാപ്പി ആയിട്ടും ആക്റ്റീവായിട്ടും വെക്കാൻ സഹായിക്കുന്നു.
ഒരുപാട് വെള്ളം കുടിക്കാനും ഇനി വെള്ളം കുടിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ജ്യൂസായിട്ടൊക്കെ കുടിക്കാനൊക്കെ ശ്രദ്ധിക്കുക. ചെറിയ രീതിയിലുള്ള നടത്തമൊക്കെ നല്ലതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.